പരിശുദ്ധ അമ്മയ്ക്കും 1000 സ്തുതി. എൻ്റെ പേര് മേരി സിൽവി. ഞാൻ വൈപ്പിൻചെറായിൽ നിന്ന് വരുന്നു. ഞാൻ ജൂൺ 11-ാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പലവിധ രോഗങ്ങളാൽ ഞാനും ഭർത്താവും മകനും വിഷമിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ചേച്ചി എന്നെ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നത്. ആ അവസരത്തിൽ തന്നെ ഞങ്ങൾക്ക് 2.5 ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന വരികയും എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ മാതാവിനോട് ഞാൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. എൻ്റെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അതനുസരിച്ച് എൻ്റെ മകളുടെ വിവാഹം ഒരു തരി പൊന്ന് പോലും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്നറിയാതെ ഞങ്ങളാകെ വിഷമിക്കുകയായിരുന്നു. ഒരു ലോണ് പോലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതി മകളുടെ വിവാഹം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞാൻ 6 പവനാണ് മാതാവിനോട് ചോദിച്ചത്. മാതാവ് പക്ഷേ എനിക്ക് 14 പവൻ നൽകി അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് കഴിഞ്ഞ 22 വർഷമായി ബെൽസ് പാൾസി എന്ന അസുഖം മൂലം വളരെയധികം വിഷമിക്കുകയായിരുന്നു. ഇപ്പോൾ 2 മാസത്തോളമായി എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ഞാൻ മാതാവിൻ്റെ കൃപാസനം തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരിയുടെ പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കത്തക്ക വിധത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. കൂടാതെ എൻ്റെ ആ സമയത്ത് എനിക്ക് ഒരു തരിപ്പ് അനുഭവപ്പെടുകയും എൻ്റെ തലയുടെ എല്ലാ അസ്വസ്ഥതകളും മാറി എൻ്റെ ഈ അസുഖം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു. കൂടാതെ എനിക്ക് 2.5 വർഷത്തോളമായി ബ്ലീഡിങ്ങിൻ്റെ അസുഖമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസം ശക്തമായ ബ്ലീഡിങ്ങുണ്ടായി. ഞാൻ ആ സമയം എന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്താണ് കൊണ്ടുപോയത്. ആ സമയം എനിക്ക് ധാരാളം മരുന്നുകളും ഇഞ്ചക്ഷനുകളും നൽകി. പക്ഷെ ഞാൻ 2 ഗുളിക മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇനി മരുന്ന് കഴിക്കാൻ വയ്യ, അമ്മ തന്നെ എനിക്ക് ഈ അസുഖം മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയം തുടങ്ങി ഈ നിമിഷം വരെ എനിക്ക് ആരോഗ്യമുണ്ടായിട്ടില്ല. കൂടാതെ എൻ്റെ മകൻ പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഒരു ദിവസം പോയാൽ 2 ആഴ്ച പോകാറില്ല. ഞാൻ മാതാവിനോട് വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു. അവൻ ഇപ്പോൾ മുടങ്ങാതെ പഠിക്കാൻ പോകുന്നു. കൂടാതെ എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ 1 മാസത്തിന് ശേഷം അവൾ ആഗ്രഹിച്ചൊരു ജോലി തന്നെ അവൾക്ക് ലഭിച്ചു. ഇത്രയും വലിയ ഉപകാരം തന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദിയോടെ ഞാൻ സന്നിധി നിൽക്കുന്നതിന് ഇനി അനുവദിച്ചതിനും ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോട്. എൻ്റെ പേര് സോണി. ഞാൻ കോതാട് ഇടവക തിരുഹൃദയ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. അതേപോലെ ചെറിയൊരു കൊച്ചുപള്ളിയായ പരിശുദ്ധ അമ്മയുടെ ഞങ്ങൾ വിളിക്കുന്ന മുന്തിരി മാതാവിൻ്റെ ആ ഒരു പള്ളിയിൽ നിന്നുമാണ് ഞാൻ ജനിച്ച് വളർന്നത്. കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥനയും കാര്യങ്ങളും കുർബാനയൊക്കെ ആയിട്ട് നടന്നത് ഞാനായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഒരു വർഷമൊക്കെ പള്ളിയിലൊക്കെ പോകുമെന്ന്, അതിനുശേഷം ഞങ്ങളുടേതായൊരു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പള്ളിയിൽ നിന്നൊക്കെ അകന്ന് ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് മാറിയുന്നൊരു കാലഘട്ടമായിരുന്നു. എപ്പോഴും ഹസ്ബൻഡ് പറയുമെന്ന്, നീ പള്ളിയിൽ പോ, കുഞ്ഞുങ്ങളുള്ളതല്ലേ, അവർ നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. എന്നാലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥന ചെയ്യാൻ മടിയായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് മടിയൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും എല്ലാ പള്ളിയിലും പോയി തിരികെത്തിക്കും, നൊവേനൊക്കെ കിടക്ക് പോകും, എടപ്പള്ളി പള്ളിയിൽ, വല്ലാപാടത്ത്, അങ്ങനെ എല്ലാ പള്ളിയിലും പോയി പ്രാർത്ഥിക്കണമല്ലാതെ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഭർത്താവിനായിരുന്നു. കാരണം ദൈവത്തിന് പോലും ഞാൻ 2ാം സ്ഥാനമായിരുന്നു കൊടുത്തത്. ഞാൻ എപ്പോഴും പറയും, എനിക്കത് ഭർത്താവ് കഴിഞ്ഞിട്ടുള്ള വേറെ ആരും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഞങ്ങൾ നല്ലോണം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ആൾ പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയൊക്കെ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോ, നിനക്ക് എന്തായാലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതേപോലെ നീയൊന്ന് പുറത്തോട്ട് പോകാനുള്ള നോക്ക്. അപ്പോൾ ഫാമിലി ആയിട്ട് ഗൾഫിലോട്ടെന്ന് പറയുമ്പോൾ ഫാമിലിനെ എല്ലാവരെയും കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നിനക്ക് UK അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്ക് ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാം, അപ്പോൾ നിനക്ക് ഈ ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനും വിചാരിച്ചു എന്നാൽ നോക്കാം. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അത്രയും പറഞ്ഞുള്ളൂ. ഡിഗ്രി ആണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അത്രയും പറഞ്ഞുള്ളൊരു ഫ്ലുവൻ്റ് ഇല്ല എനിക്ക്, അത്രയും എഴുതിയിട്ടും എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ എനിക്ക് IELTS എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും എനിക്കറിയില്ല. ഞാനപ്പോൾ ഇവിടെ വന്നു എന്താണ് ഉടമ്പടി എന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ പറഞ്ഞവരും എന്നോട് പറഞ്ഞത് നിന്നെക്കൊണ്ട് അത് സാധിക്കില്ല, നീ പള്ളിയിൽ പോലും പോകാത്തതല്ലേ, നിന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് തന്നെ പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോഴേക്കും അച്ഛൻ്റെ ക്ലാസ്സിലിരുന്നു. എനിക്ക് മാത്രം തോന്നിയതാണെന്ന് തോന്നി എനിക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ 10-50 പേരുള്ള സ്ഥലത്ത് അവിടെ IELTSൻ്റെ കാര്യം മാത്രമേ അച്ഛൻ പറഞ്ഞോട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചുറ്റിനും നോക്കി, ദൈവമേ എനിക്കിതെന്താ സ്റ്റുഡൻസിന് മാത്രമുള്ളതാണോ ഇത്, അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രമേ ഉള്ളൂ, അല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ IELTS എങ്ങനെ ഞാൻ പാസ്സാകും, എനിക്കൊണ്ട് അത് സാധിക്കുമോന്നും കൂടി എനിക്കറിയില്ല. അങ്ങനെ അപ്പോഴേക്കും ഞാൻ അങ്ങനെ അവിശ്വാസിയായിട്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ ക്ലാസ്സിൽ പറയണേ, ഞാൻ കൊന്ത തുടങ്ങിയത് ഒരു ഡേറ്റ് ആയിരുന്നു പറഞ്ഞു. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 25 എന്നാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോള് ജനിച്ചത് ഒക്ടോബർ 25-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാനൊരു അവിശ്വാസിനെ പോലെ കാണിച്ചുകൊണ്ടാണോ അങ്ങനൊരു സംഭവം അച്ഛൻ്റെ വായിൽ നിന്ന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ തോന്നിയതായിരിക്കും. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ 1 വർഷത്തോളം കൊന്ത ചെല്ലി ഒക്ടോബർ 4-ാം തീയതിയാണ് അവസാനിച്ചത്. ആ ഒക്ടോബർ 4 എന്ന് പറഞ്ഞത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തായി. അപ്പോൾ ഞാൻ വെച്ചു ദൈവമേ മാതാവിനോട് പറയണേയിരിക്കും നീ ഉടമ്പടി എടുക്ക്, അപ്പോൾ അതിനുള്ളതായിരിക്കും, എന്തായാലും തുടങ്ങാം. അവിടുത്തെ ക്ലാസ്സുകളൊക്കെ കൂടി എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ വെച്ചു. ആദ്യം എന്നോട് നിയോഗത്തിൽ പറഞ്ഞത് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൂതാശ വെക്കുന്നുള്ള കാര്യം പറഞ്ഞു. ആ സമയത്ത് കൂതാശ എന്താണെന്നോ എനിക്ക് ഓർത്തില്ല. എൻ്റെ ചിന്തയിൽ ഞാൻ IELTS എഴുതണം, അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം എനിക്ക് ഒരുമിച്ച് ജീവിക്കണം, എൻ്റെ മക്കളുടെ ഒപ്പം ജീവിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് കൂതാശ വെച്ചു, ബാക്കി എൻ്റെ നിയോഗങ്ങളെല്ലാം വെച്ചു. 6ാമത്തെ കാര്യം ബ്ലാങ്കായിട്ട് ഇടാൻ തന്നെയാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത്. ഞാൻ ബ്ലാങ്കായിട്ട് ഇട്ടു. പിറ്റേ ദിവസം തൊട്ട് ഇതുവരെ ഞാൻ എന്നുവെച്ചാൽ 6 വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോകാത്ത ഞാൻ, രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ഞാൻ, പിറ്റേ ദിവസം രാവിലെ അലാറം കേട്ട് ഞാൻ എഴുന്നേക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാതാവ് ഇടപെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വന്നിരുന്നപ്പോഴേക്കും എൻ്റെ ചെറിയ മോള്, എൻ്റെ 2ാമത്തെ മോള്, ആ സമയത്ത് 2.5 വയസ്സ് ആൾക്കായിട്ടുള്ളൂ, ആൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ കുർബാനയ്ക്ക് ഇന്ന് പോകണം നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം നിന്നു. പക്ഷെ എൻ്റെ ആൾ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ സൈഡിലൊന്ന് ഇരുന്നു, എൻ്റെ ഒപ്പം തന്നെ നിന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെയും കൊണ്ട് പോയാൽ എന്താണ്. അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത ആളെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കുർബാന എന്ന് വെച്ചാൽ 6 മണിക്കാണ്. ആ 6 മണിക്ക് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 5:45 കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയാക്കി രാവിലെ 6 മണിക്കത്തെ കുർബാന പോയി. ഞാൻ 2023 നവംബർ 21-ാം തീയതി എടുത്തതാണ് ഈ ഉടമ്പടി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. എങ്ങനെ വന്നാലും 6 മണിക്കത്തെ കുർബാനക്കോ അല്ലെങ്കിൽ 6:45 കുർബാനക്കോ ഞാൻ എൻ്റെ 2 മക്കളെയും കൂട്ടി എന്നും കുർബാനക്കോ പോകും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാതാവ് ഇടപെട്ട് അല്ലെങ്കിൽ എനിക്ക് അതിന് അനുഗ്രഹം കിട്ടിയെന്ന് പറയാൻ എനിക്ക് ഏറ്റവും സാക്ഷ്യമായിട്ട് പറയാനുള്ളത്. കാരണം അത് എല്ലാവരും പറയും പള്ളിയിൽ പോണത് അതെന്ത് ഇത്രയും വലിയ സാധനം. കാരണം അത്രയും കൊല്ലം ഞാൻ പള്ളിയിൽ പോയില്ല. എൻ്റെ അടുത്തുള്ളവർക്കറിയാം, എൻ്റെ ബന്ധുക്കൾക്കറിയാം, എൻ്റെ അമ്മച്ചിക്കറിയാം, എപ്പോഴും എന്നെ വിളിച്ച് ചീത്ത പറയുന്നതാണ്. ആ ഞാൻ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാതാവ് തന്നെ എന്നെ നിയോഗിച്ചതാണ്. അത് കഴിഞ്ഞു ഞാൻ എക്സാമിനൊക്കെ നോക്കണമായിരുന്നു, IELTS ഒക്കെ എഴുതാം, അതായിരുന്നല്ലോ എൻ്റെ പ്ലാൻ. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ഒന്നും റെഡി ആവണില്ല. എല്ലാ മാസവും ഞാനിവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വരും, പത്രങ്ങൾ മേടിക്കും, കൊണ്ടുപോകും. അങ്ങനെ ഇന്ന് ഒരു ഫെബ്രുവരി ആ ടൈമിലൊക്കെ എക്സാം എഴുതാം. കാരണം March 11 ആകുമ്പോൾ എനിക്ക് അവിടെ പോണതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലോസ് ആവും. അപ്പോൾ അതിനു മുമ്പ് IELTS എഴുതണം, ഫാമിലിയായിട്ട് പോകാൻ നോക്കണം. ഒരിക്കലും പോസിബിൾ അല്ല അതൊരു കാര്യങ്ങളും. പക്ഷെ എൻ്റെ മനസ്സിൽ IELTS മാത്രമുള്ള ചിന്ത, എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ബൈബിളൊക്കെ എടുത്തു, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എനിക്കൊരു മാലാഖമാരുടെ യുദ്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ മാലാഖമാരുടെ യുദ്ധമോ, ഒരു കാര്യത്തിന് ഇത് കിട്ടാൻ വേണ്ടി ആൻസർ കിട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ പക്ഷേ മാതാവ് ഇങ്ങനെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ബൈബിൾ വാചകങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നാവിലായിട്ടാണ് വേണ്ടത്. കാരണം വാളായിട്ട് മാലാഖ നിന്നെങ്കിൽ എനിക്ക് നാവിൽ കൂടി ഇംഗ്ലീഷ് പറയാനുള്ള എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ IELTSൻ്റെ കോച്ചിങ് ക്ലാസ്സൊക്കെ നോക്കി നടക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വിളിച്ചു, ഓഫറുണ്ട്, പിന്നെ ടൈമും എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ടൈമാണ്, വൈകുന്നേരം ഷിഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എനിക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു.
ഞാൻ അന്ന് ഫസ്റ്റ് ഡേ അങ്ങോട്ട് പോണ വഴിക്ക് നോക്കിയപ്പോൾ നല്ല കണ്ടുപരിച്ചുള്ള സ്ഥലം, പള്ളിയും അതെ. നോക്കിയപ്പോൾ മാലാഖയുടെ പള്ളി. ഈ പഠിക്കുന്ന സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മാലാഖയുടെ പള്ളിയാണ്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചതും ആ മാലാഖയ്ക്ക് വേണ്ടിയായിരുന്നു, എനിക്ക് കൂടെ ഉണ്ടാവണമെന്ന്. അങ്ങനെ ഞാൻ എപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കും. IELTS എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു, ഞാൻ 18 എന്ന് പറഞ്ഞ ഡേറ്റ് എടുത്തു. അന്ന് ഞാൻ എക്സാമിന് 17-ാം തീയതി എക്സാമിന് സ്പീക്കിങ്ങിന് പോണ ടൈമിൽ അതിൻ്റെ തലേ ദിവസം എനിക്ക് ആ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ. ഞാൻ അതിനകത്ത് ഇംഗ്ലീഷൊക്കെ എഴുതി. എനിക്ക് പൊട്ടത്തെറ്റെന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിലും വെട്ടും കുത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആൻസർ പോലും എനിക്ക് ഒരു ആൻസർ ശരിയാണെന്ന് പറയാനില്ല. അപ്പോൾ ഞാനാകെ ടെൻഷനായി. കാരണം പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോണേണ്, 17,000 രൂപ മുടക്കിയിട്ട് പോണ എക്സാമിന് ഒന്നുമില്ല. കാരണം നമുക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 17,000 പോട്ടെ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഒന്നുമില്ലാത്ത എനിക്ക് ഞാൻ ഈ എക്സാമിന് മാതാവിൻ്റെ ഇതിൽ കരുതലിൽ പോണേന്ന് മനസ്സിലായി. അങ്ങനെ ഇന്നും വിഷമിച്ചിട്ടാണ് സ്പീക്കിങ്ങിന് പോയത്. ഞാൻ പൊട്ടത്തെറ്റെന്ന് പറഞ്ഞാൽ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് പറയണ പോലും ഇംഗ്ലീഷ് എനിക്ക് പറയാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം എക്സാമിന് പോയി. 15 ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു. എനിക്ക് 4 ഓവറോൾ കിട്ടി. എനിക്കെന്ന് വെച്ചാൽ സ്പീക്കിങ്ങിന് ഞാൻ വിചാരിച്ചു എനിക്ക് 0 കിട്ടുമെന്നുള്ള സ്ഥലത്ത് എനിക്ക് 4 കിട്ടി. എന്ന് വെച്ചാൽ എനിക്കത് ഒരു അർഹതയുമില്ല. കാരണം ഞാൻ എങ്ങനെയാണ് എഴുതിയതെന്നും IELTS എക്സാമിൻ്റെ ആൻസർ പേപ്പറിൽ ആവേ മരിയ എന്ന് പറഞ്ഞ് എഴുതിയാണ് ഞാനത് അവസാനിപ്പിച്ചത്. കാരണം എനിക്കൊന്നും അറിയില്ല, അപ്പോൾ അത് തെറ്റിപ്പോകുന്നുള്ളതും എനിക്കറിയാം. അങ്ങനെ മാതാവിൻ്റെ ഇന്നോട്ടേ എന്ന് ചോദിച്ച് അങ്ങനെ എഴുതി. പക്ഷേ എനിക്ക് ഒരെണ്ണത്തിൽ മാത്രം 3.5 ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകണത് നടക്കില്ലായിരുന്നു. അതേപോലെ അത്രയും ഒരു ടൈം പീരീഡിനുള്ളിൽ എനിക്ക് പുറത്തോട്ട് ഹസ്ബൻഡിനെയും മക്കളെയും കൊണ്ട് പോകുന്ന നടക്കില്ല. അപ്പോഴും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചു, ദൈവമേ 17,000 രൂപ പോയല്ലോ, എന്നാലും കുഴപ്പമില്ല, മാതാവ് എന്നെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും എന്നെ ഇതാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പള്ളിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, സങ്കടപ്പെടും. ഹസ്ബൻഡ് ഇപ്പോൾ ഇല്ലല്ലോ, എന്നാലും കുഴപ്പമില്ല, മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എല്ലാം ചെല്ലും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ എന്നെ പെരുമാറാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 29-ാം തീയതി ഞാൻ എൻ്റെ മോൾക്ക് എഴുത്തിനിരുത്തേണ്ട ദിവസവും ഇന്ന് ഞാൻ പള്ളിയിൽ എഴുത്തിനിരുത്തി. എനിക്ക് പതിവില്ലാതെ അന്ന് ഈശോനെ ആശീർവദിച്ച ഓസ്തിയാണ് എനിക്ക് കിട്ടിയത്. ആ ഓസ്തി ഞാൻ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് ഓസ്തി കിട്ടുള്ളൂ, എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, എന്നാൽ ചിലപ്പോൾ കൊച്ചിൻ്റെ എഴുത്തിനിരുത്തുന്നതുകൊണ്ടായിരിക്കാം, അങ്ങനെ ഇരിക്കുമല്ലോ എന്ന് ചോദിച്ച് ഞാനതൊക്കെ സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ചു, കുമ്പസാരിച്ചു, കൊച്ചിനെ എഴുത്തിനിരുത്തി. ഡ്യൂട്ടിക്ക് പോകേണ്ടത് 9 മണിക്കാണ്. ഞാൻ എല്ലാം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9 മണിയായി. നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ ഇരുന്നു. ആ സമയത്ത് ഞാൻ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 29-ാം തീയതി ഞാൻ ബുധനാഴ്ച ഞാൻ വന്ന വഴിക്ക് പെട്ടെന്ന് നല്ല സ്പീഡുള്ള കാരണം വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല, നേരെ സ്കിഡായിപ്പോയി റോഡിലോട്ട് വീണു. എൻ്റെ ഹെൽമെറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് എൻ്റെ ഈ മുഖത്തിൻ്റെ ഇവിടെയും ഈ ചുണ്ടിലും മാത്രമേ പൊട്ടലുണ്ടായിരുന്നുള്ളൂ, ബാക്കി വിരലും ഒന്ന് ഒടിഞ്ഞ്. ആ സമയത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെയും എണ്ണയും ബുക്കും പ്രാർത്ഥന ബുക്കും ഉപ്പൊക്കെ എടുത്ത് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ഡ്യൂട്ടിയുടെ ടൈമിലാണെങ്കിലും പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും. ഹെഡ്സെറ്റ് വെച്ചിട്ടാണെങ്കിലും അത്രയും വലിയ തിരക്കാണെങ്കിലും ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ആസ്റ്റർ മെഡിസിറ്റിയിൽ. അത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ നിന്നിട്ട് ഞാനും എൻ്റെ വേറൊരു സ്റ്റാഫും കൂടെ ഉണ്ട്, അവരും ഞാനും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് കരുതാറുള്ളതാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് വീണു. ആ സമയത്ത് എൻ്റെ കയ്യിൽ കൊന്തയും കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ആ സമയത്ത് ബ്ലാങ്ക് ആയിരുന്നു. നേരെ ആസ്റ്ററിലുള്ള ഡോക്ടർ എൻ്റെ ബാക്കിലുണ്ടായിരുന്നു കാറിൽ. സാർ പറഞ്ഞ് കയറിക്കോന്ന് പറഞ്ഞു. ഞാൻ കയറി. അപ്പം എൻ്റെ കാലൊട്ട് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ചാൽ പോരെ. ഞാൻ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ, നീ എനിക്ക് എന്താണെങ്കിലും കൂടെ ഉണ്ടാവണേ. എൻ്റെ കൈ കണ്ടിട്ട് എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്, എനിക്കറിയാം എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. എൻ്റെ മാതാവ് നീ കാത്തോണേ. കാരണം ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കണം, ഞാൻ ആസ്റ്ററിലോട്ടാണ് പോകുന്നത്. എനിക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അവിടെ സ്റ്റാഫ് ആയതുകൊണ്ടും എനിക്കറിയാവുന്ന കാര്യമാണ് ഫിനാൻഷ്യലി നല്ല ബില്ല് എമൗണ്ട് നല്ലോണം വരുമെന്നുള്ളത്. പക്ഷെ ഒടിഞ്ഞിട്ടുണ്ടെന്നോ എനിക്കൊന്നും അറിയില്ല, കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുള്ളൂ. അങ്ങനെ ഇന്ന സമയത്ത് അവിടെ ചെന്നു. അവർ ആദ്യമേ എക്സ്റേ എടുത്തു. ഞാനപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോഴും ഞാൻ മാതാവിൻ്റെ എണ്ണ കയ്യിൽ പെട്ടി എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കണേന്ന്. എന്നാലും ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഞാൻ ആ ചുണ്ടുമ്മേൽ വെച്ചു. എൻ്റെ മാതാവ് നീ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വേദന ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഉപ്പെടുത്ത് ഞാൻ ചുണ്ടത്ത് വെച്ചു. എക്സ്റേക്ക് പോയി തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എല്ലൊടിഞ്ഞിട്ടുണ്ട്, ഒരു വയർ പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര എമൗണ്ടാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രൊസീജിയറിന് മാത്രം പറഞ്ഞത് 80,000 രൂപ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്കറിയാമല്ലോ ബാക്കി എന്തിനൊക്കെ എമൗണ്ട് വരുമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 1,00,000 രൂപയെങ്കിലും ബില്ല് എമൗണ്ട് ആവുമെന്ന് പറഞ്ഞു.
ഞാൻ കയ്യിൽ മുറുക്കെ പിടിച്ചേക്കണേണ് മാതാവിനെ. ഞാൻ മാതാവേ, എനിക്കിപ്പോൾ ഹസ്ബൻഡും ഇല്ല കൂടെ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ആളെവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളും. എൻ്റെ വീട്ടുകാരാണെങ്കിലും ബുദ്ധിമുട്ടും, ഞാനാണെങ്കിലും എനിക്കാണെങ്കിൽ ബോധമുണ്ട്. അപ്പോൾ എനിക്കിവിടെ ബുദ്ധിമുട്ടിക്കാനും നല്ല വിഷമം വരും. അപ്പം നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കണം, ഇതൊന്നും പ്രൊസീജിയറൊന്നും ഇല്ലാതിരിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രൊസീജിയർ എന്തായാലും ചെയ്യണം, KY ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞങ്ങളുടെ മാനേജർ, ഞങ്ങളുടെ ഇൻഷുറൻസിൻ്റെ മാനേജർ വന്നു. ഞാൻ നോൺ സ്റ്റാഫാണ്, സ്റ്റാഫും കൂടി അല്ല, കോൺട്രാക്ട് ബേസിൽ ഞങ്ങൾ സ്റ്റാഫായിട്ട് എടുക്കുന്നതാണ് ഇൻഷുറൻസിൽ. അപ്പോൾ നമുക്ക് ESA ഉണ്ടാവും, അല്ലാത്തവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ലാസ്റ്ററിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. അപ്പോൾ എന്നോട് ബാക്കിയുള്ളവർ പറഞ്ഞു നീ ഓർത്തുള്ള അമൃതയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ മാനേജർ വന്നിട്ട് പറഞ്ഞു, എടി നീ അങ്ങനെ പോയാലും നിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുക്കേണ്ടി വരും, നീ ഇവിടെ അഡ്മിറ്റ് ആവ്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്റ്റാഫിന് പോയാൽ ഒരു 45,000 50,000 ഒക്കെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഡിസ്കൗണ്ട് ഇല്ല. ബാക്കി ഞാൻ എവിടെയെങ്കിലും പോയി കടം മേടിക്കണ്ടേ, എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന്, ആരും ബുദ്ധിമുട്ടിക്കണമെന്നില്ല, ഞാൻ ഡിസ്ചാർജ് ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തേക്കും അമ്മച്ചി ഞാനും കൂടി പ്രതീക്ഷണ പ്രാർത്ഥനയും കൊന്തയും മാതാവ് ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ വഴിനെ ഞാനവിടെ 3 വർഷമായി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിതുവരെ കേട്ടിട്ടും കൂടി ഇല്ല അവിടെ സ്റ്റാഫിന് 0 ബാലൻസിന് ഡിസ്ചാർജായി പോകാമെന്നുള്ളത്. ഒരു 1 അവർ കഴിഞ്ഞപ്പോഴേക്കും മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ചെന്നിട്ട് ഞങ്ങളുടെ ഹെഡിനോട് സംസാരിച്ചു, കോൺട്രാക്ട് ബേസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാഡത്തിനോട് പറയണേണ് അതിനെന്താണോ നമ്മുടെ സ്റ്റാഫിലെന്ന്. ആ മാഡം വരെ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. കാരണം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം അവിടെ പല സ്കീമുണ്ട്, ബജാജിൻ്റെ സ്കീമുണ്ട്, അല്ലെങ്കിൽ DM ഫൗണ്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പോട്ടെ എൻ്റെ സാലറി നിന്നെങ്കിലും അവർക്ക് പിടിക്കാം. ഇതൊന്നുമില്ലാതെ നമ്മൾക്കൊരു യോഗ്യത പോലും ഇല്ലാതെ എനിക്ക് അവിടെ നിന്ന് 0 ബാലൻസിന് ഇറങ്ങി 97,000 സംതിങ് ബില്ല് വന്നു. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരു 60 രൂപ പോയിന്റിലുള്ള എമൗണ്ട് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ. എനിക്ക് അത്രയും വലിയ ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. കാരണം ആശ്രമ മെഡിസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്, നമ്മൾ കെയർ ചെയ്യാൻ വരെ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ചില ഹോസ്പിറ്റലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊന്നും കൊച്ചുങ്ങളെ കൊണ്ട് കാണിക്കാൻ പോകുമ്പോൾ ദൈവമേ ഇവിടേക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കാണിക്കാമെന്നല്ലോ എന്നൊക്കെ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു പ്രൊസീജിയർ ചെയ്തപ്പോൾ എൻ്റെ കാല് പോലും അനക്കാൻ പറ്റില്ലായിരുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നീര് വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കാല് കുത്താൻ വരെ എൻ്റെ അമ്മച്ചി വേറെ ഇവിടുത്തെ സ്റ്റാഫും കൂടിയാണ് എന്നെ പിടിച്ച് ഒന്ന് വാഷ്റൂമിൻ്റെ അവിടം വരെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ എന്നെ കെയർ ചെയ്യാൻ, എനിക്ക് ഫുഡ് വാരിത്തരാൻ, എനിക്ക് എല്ലാത്തിനും അതേപോലെ OT കയറിയപ്പോൾ എന്നെ നോക്കാൻ ഒരു സ്റ്റാഫിൻ്റെ പരിഗണന എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ. അത് മാതാവിൻ്റെ ഇടപെടലെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്രയും കെയറിങ് ആയിട്ട് തന്നെയാണ് എന്നെ നോക്കിയതും തിരിച്ച് ഡിസ്ചാർജായി വീട്ടിൽ പോകുന്നപ്പോഴും. അപ്പോഴും ഈ 97,000 ബില്ല് വന്ന് ഞാൻ എങ്ങനെ കൂട്ടിയാലും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒരു 1,1.5 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും. പക്ഷേ ഈ 97,000 രൂപ ബില്ലെന്ന് ഞാനപ്പോൾ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ 17,000 സംതിങ് ബില്ലാണ് IELTS പോയത്. ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാതാവ് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത സമയത്താണ് ഞാനിത് മുടക്കിയത്, നിന്നോടുള്ള ഇതാണ്, എന്തെങ്കിലും ഇതില്ലായിരുന്നെങ്കിൽ നിനക്കൊന്നും കാണിച്ചു തരായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചുമ്മാ ചോദിക്കും. എന്നാലും കുഴപ്പമില്ല, മാതാവിൻ്റെ ഇതല്ലേ, ഹിതം പോലെ നടക്കട്ടെ എന്ന്. പക്ഷേ എനിക്ക് ആ 17,000 കൂടി കൂട്ടി ഒരു 80,000 കൂട്ടി ഞാനത് വേറൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഉടമ്പടിയിലല്ല എന്നെങ്കിൽ അത്രയും രൂപ ഞാൻ കയ്യിൽ നിന്ന് മുടക്കേണ്ട വന്നായിരുന്നു ഈ ഒരു പ്രൊസീജിയറിന്. അതിൽ നിന്ന് മാതാവ് എന്നെ കാത്തു. അതേപോലെ അങ്ങനെ വലിയ സാക്ഷി എനിക്ക് പറയാൻ പറ്റി. ആ ഒരു സാക്ഷി വന്നപ്പോഴാണ് എൻ്റെ ബാക്കി സാക്ഷ്യങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഓർത്തത്. 3ാമത് ഞാൻ വെച്ചത് കുടുംബ സമാധാനം കടബാധ്യതകളുമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറുന്ന സ്വഭാവമാണ്. എനിക്ക് പെട്ടെന്ന് എല്ലാവരും മുഖത്തോക്കി എന്തെങ്കിലും പറയും. അതിപ്പോൾ ആരാണെങ്കിലും, അപ്പച്ചനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ മുഖത്തോക്കി എന്താണെങ്കിലും പറയും. തെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ട്. എനിക്ക് ക്ഷമിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഈശോനെ പോലെ എല്ലാം സഹിക്കുന്നതും മാതാവിനെ പോലെ സഹിക്കുന്നതൊക്കെ പോലെ എല്ലാം സഹിക്കണം. അതിനുശേഷം ഞാൻ ഇതുവരെ അധികം ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും അവരോട് ഞാൻ സോറി പറയും. സോറി പോലും ഞാൻ പറയാത്ത ഞാനായിരുന്നു. സോറി പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷമുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ കടമെന്ന് പറയാൻ ലോണാണ്. ഒരു 9 ലക്ഷത്തിൻ്റെ കടമുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ കൂട്ടിയാലും വേറൊരു നമുക്കൊരു സേവിങ്സ് ആയിട്ട് ഒന്നുമില്ല. തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് ഒരു 10,000 രൂപയുടെയൊക്കെ തുടങ്ങാം, വേറെ വഴിയൊന്നുമില്ല, അതങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്ന് ഞങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്, നെക്സ്റ്റ് മന്താണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ
ഫേസ്ബുക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ചിട്ടിയുടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലോട്ട് ഒരു ടീം വിളിച്ചേക്കണേണ്, ഇങ്ങനെ 10 ലക്ഷത്തിൻ്റെയാണ് ചിട്ടി തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ എത്ര എമൗണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു 15,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നടക്കില്ല, കാരണം 15 രൂപ 10 രൂപ ഒപ്പിക്കാൻ പറ്റണല്ലോ, പിന്നെ 15 രൂപ എങ്ങനെ ഒപ്പിക്കുമോ എന്നുള്ളതായിരുന്നു ചിന്തയിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ഇതാണെന്ന് പറഞ്ഞ് വാട്സപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ഞാൻ ഹസ്ബൻഡ് പുറത്ത് ഗൾഫിലാണ്. അപ്പോൾ ആൾ വിളിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു 10 ലക്ഷത്തിൻ്റെയാണ്, നമുക്ക് കിട്ടിയാലത് ഇതാണ്, ഒറ്റയടിക്ക് ലോൺ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിക്കണം, എപ്പോഴും കിട്ടുമ്പോൾ ഉപകാരമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നോക്കാനില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക്കാണ് അതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ സ്ഥലമെന്ന് ചോദിച്ചു. ഞാൻ ഒരു പടമുകൾ, എനിക്ക് സത്യം പറഞ്ഞാൽ എറണാകുളത്താണെങ്കിലും അധികം സ്ഥലങ്ങളുടെ പേരോ ഒന്നും അറിയാനധികം പാടില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയണേടി ഇത് നിനക്ക് മാതാവ് കൊണ്ടു തന്നതാണ്, നീ IELTS എക്സാം എഴുതാൻ പോയാൽ അതേ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഞാൻ ആ മാലാകനെ കണ്ട തൊട്ടപ്പുറത്തുള്ള സ്ഥലമാണ്, ബസ് സ്റ്റോപ്പാണ് ഈ പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലം. അവിടുത്തെ അപ്പം മാതാവ് നിനക്ക് കൊണ്ടുവന്ന് തന്നതായിരിക്കും, നമുക്ക് കുഴപ്പമില്ലടി, നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഞങ്ങൾക്കൊരു മാസം ഒപ്പിക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, ഞങ്ങളുടെ കടങ്ങളെല്ലാം. അതിനിടയ്ക്ക് ഞങ്ങളിപ്പോൾ 2ാമത്തെ ചിട്ടി ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചു. എനിക്ക് ഇതുവരെ ഹസ്ബൻഡായിരുന്നു ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ആൾ പോയപ്പോഴേക്കും ഞാനാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കണേ. എനിക്ക് എല്ലാ ദിവസവും 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ ടെൻഷനാണ്, എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ആ ചെറിയൊരു എമൗണ്ടിൽ നിന്നും ആളുടെ എമൗണ്ടിൽ നിന്നും കൂടി ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാം ഒരു 10-60,000 രൂപയുടെ ഇതൊക്കെ ഉണ്ട്, ലോണും കാര്യങ്ങളെല്ലാം കൂടി ഉണ്ട്. അതെല്ലാം എനിക്ക് സ്മൂത്താവും. എനിക്ക് ഒരാളുടെ കയ്യിലോട്ട് ഒരു കൈ നീട്ടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ മാതാവ് അത്ര എന്നെ ഞങ്ങളുടെ ആ കടബാധ്യതകൾ ഞങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ഞങ്ങളെ കാത്തു. അതേപോലെ ഇനിയും എൻ്റെ പ്രാർത്ഥന കടം തീരാൻ വേണ്ടി തന്നെ മാതാവ് എന്നെ അതേപോലെ തന്നെ കടങ്ങൾക്ക് മാറ്റി തരുമെന്ന് തന്നെയാണ്. പിന്നെ 4ാമത് ഞാൻ വെച്ച നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ മക്കളുടെ ഒപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിതാവസാനം വരെ അവിടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഉണ്ടാവണത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം മക്കളുടെ ഒപ്പം നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ഞാൻ ആ സമയത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് ആ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കാരണം ആ ആക്സിഡൻറ്റിൽ എനിക്ക് സംഭവിക്കാൻ വലിയൊരു ഇഞ്ചുറി സംഭവിക്കേണ്ടതാണ്. കാരണം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു, ഞാൻ തെറിച്ച് വീണപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല, എൻ്റെ തല പോയി ഇടിച്ച് എന്തെങ്കിലും ഇഞ്ചുറി. കാരണം പിന്നെ ആ ഒരു ജംഗ്ഷൻ എന്ന് വെച്ചാൽ നല്ല ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ജംഗ്ഷനാണ്. അവിടെ തല ഇഞ്ചുറി ആയിട്ട് തന്നെ 3 മാസം വരെ ബെഡായിട്ട് കിടന്നവരൊക്കെ ഉണ്ട്, വീൽചെയറിൽ ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. എല്ലാവരും എല്ലാവരും പറഞ്ഞത് സോണി നിന്നെ ദൈവവും മാതാവും കാത്തത് തന്നെയാണ്. എനിക്കും തോന്നി, കാരണം എനിക്ക് ആ സമയത്ത് എന്തൊക്കെ പറ്റായിരുന്നു. എൻ്റെ ഒരു ചെറുവിരൽ മാത്രം ഒടിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതും മാതാവ് എന്നെ ഒരു ദുഃഖം അറിയിക്കാതെ തന്നെ മാതാവ് എന്നെ കാത്തു. പിന്നെ 5ാമത്തെന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ്, കുറേ പേഷ്യൻസിനെ കാണാറുള്ളതാണ്. എല്ലാവരും ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിലും ഫാമിലിയുടെ ഈ ഇതൊക്കെ ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് വന്നതും ഒരു മെഡിസിനും ഉപയോഗിച്ചിട്ട് ഇതാവാത്തതും അങ്ങനെ പലരെയും കാണാറുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. 6ാമത്തെ എന്നോട് ബ്ലാങ്കായിട്ട് ഇടാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, മാതാവിന് ഇഷ്ടം പോലെ നടക്കട്ടെ, കാരണം ഞാൻ IELTS എഴുതി പോകാനുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇത്. പക്ഷേ എനിക്ക് അതില്ലാതെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എനിക്ക് നേടിത്തന്നു. അതേപോലെ ഹസ്ബൻഡിന് ഇവിടുന്ന് ഒരു ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലാതെ ആൾ പോയത്, ഇവിടുന്ന് അവിടെ ചെന്നപ്പോഴേക്കും ആൾക്ക് പറഞ്ഞതിനേക്കാളും ഒരു 500 ദിർഹംസ് കൂടുതലാണ് തന്നത്. ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ അവിടെ നല്ല സുഖം എന്ന് വെച്ചാൽ വലിയെന്ന് വെച്ചാൽ നമ്മളെ വീട്ടുകാരെ കാണാൻ പറ്റില്ലെന്നുള്ള സങ്കടമുള്ളൂ. അല്ലാതെ ജോലിയുടേതായ ഒരു ബുദ്ധിമുട്ടും ആൾക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയും കാരണം ഞാൻ ഉടമ്പടി എടുത്ത് പോയതിൻ്റെ 2-ാമത്തെ 3-ാം ദിവസം വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്കറിയാം മാതാവ് അത്രയും അതിനെ കാത്തതാണെന്ന് അറിയാം. അതേപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഉടമ്പടി തൈലം എടുത്ത് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും രോഗികളെ കാണുമ്പോഴോ അവർക്ക്, അതേപോലെ ഹോസ്പിറ്റലാണെങ്കിലും ഈ NIC ഉണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നത്, അവിടെ ദിവസം പോകാൻ ഭാഗ്യം കിട്ടിയപ്പോഴേക്കും എൻ്റെ കയ്യിൽ എപ്പോഴും എണ്ണ ഉണ്ടാവുമല്ലോ, എണ്ണ എടുത്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ കൊന്ത കൊടുക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാൻ എൻ്റെ അടുത്ത വീട്ടിൽ തന്നെ ഒരു വൃദ്ധസദനമുണ്ട്, അവിടെ ഞാൻ പോകും. എൻ്റെ മക്കൾ എൻ്റെ ഡ്യൂട്ടിയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം പോലും ലീവ് ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഞായറാഴ്ച പോയി അവിടെ പോയി അമ്മമാരെ കുളിപ്പിക്കാനോ അമ്മമാരുടെ വർത്തമാനം പറയാനൊക്കെ ഇരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് പോകും, അങ്ങനെ ചെയ്യും. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഫുഡൊക്കെ കൊടുക്കാൻ പോകും. ഇടയ്ക്കൊക്കെ ഞാൻ ആഴ്ചയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ഒരു ചായയും കടിയും മേടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചെടുക്കും, എന്തെങ്കിലുമായിട്ട് എന്നെ കൊണ്ട് സഹായിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ 100 ഉണ്ടെങ്കിൽ 70 സാധനം മേടിച്ച് ഞാൻ കൊടുത്തിട്ടേ ഞാൻ പോരുള്ളൂ. നേരത്തേക്ക് ഇതിരി പിശുകതരം കാണിക്കാൻ സ്വഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യാനുള്ള ഭാഗ്യം തന്നു. അതേപോലെ ദൈവത്തിനെ മനസ്സിലാക്കി
എൻ്റെ ഭർത്താവല്ല എനിക്ക് ഏറ്റവും വലുത്, എൻ്റെ ഈശോയാണ് എനിക്ക് വലുതെന്നുള്ളതും ദൈവം കാണിച്ചു. ദൈവം തന്ന ദാനമാണ് മക്കളും ഭർത്താവും എന്നുള്ളത് മനസ്സിലാക്കി തന്നു. ദൈവം ഇല്ലെങ്കിൽ അവരാരും ഉണ്ടാവില്ലെന്നും നമ്മുടെ ജീവനില്ല ഉണ്ടാവില്ലെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ മേടിക്കും, പത്രം എല്ലാവർക്കും കൊണ്ടേ കൊടുക്കും. എല്ലാവരും പറയും മാതാവിന് മുറുകെ പിടിച്ചോ, എന്ത് വന്നാലും മാതാവ് വിടില്ല. നമ്മുടെ സങ്കടങ്ങൾ എത്രയാണെങ്കിലും മാതാവ് കൂടെ ഉണ്ടാവും. നമ്മൾ കുറച്ച് നാൾ സങ്കടപ്പെട്ടാലും അതിനേക്കാളും വലിയൊരു കാര്യമായിരിക്കും മാതാവിൻ്റെ പ്ലാനിൽ ഉണ്ടാവുന്നത്. അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാനും പറയും ഞാനൊരു സാക്ഷി ആവോട്ടാന്ന്. കാരണം ദിവസം ഞാൻ IELTS ഇവിടെ എഴുതാൻ വന്നപ്പോഴേക്കും എഴുതാനുള്ള അച്ഛനെ ബ്ലെസ്സിങ് വാങ്ങാൻ വന്നപ്പോൾ എല്ലായിടത്തും പറഞ്ഞു പാസ്സാവും. അപ്പോൾ എൻ്റെ അടുത്ത് മാത്രമൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനേക്കാളും വലിയൊരു സാക്ഷ്യം പറഞ്ഞിട്ട് പറയാൻ വരോട്ടാന്ന് പറഞ്ഞു. ശരിക്കും ഞാനിവിടെ വന്ന് നിൽക്കണത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിൽക്കണത്. എനിക്കിങ്ങനെ ഒരു ആരോഗ്യം ആയുസ്സും മാതാവ് തന്നതുകൊണ്ടാണ് മാത്രം. നന്ദി. കർത്താവിനോട് നാം കൊടുക്കുന്ന വാക്ക്, അതാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ചെയ്യുന്ന ഉടമ്പടി. ഈ ഉടമ്പടി നാം ജീവിക്കുമ്പോൾ പുറപ്പാട് 17:1 മോശയോടും അബ്രാഹത്തോടുമൊക്കെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നീ എൻ്റെ മുമ്പിൽ വിശുദ്ധിയുള്ളവനായി വ്യാപരിക്കുക എന്ന്. പിന്നീട് അങ്ങോട്ട് നാം നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോ കടന്നു വരുന്ന ഈശോയുടെ വരവിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണമുണ്ട്. മത്തായി 3:28 മുതലൊക്കെയുള്ള തിരുവചനങ്ങളിൽ, 8 മുതലുള്ള തിരുവചനങ്ങളിൽ, അതായത് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, നിബന്ധനകൾ, അതിൽ ഒന്നാമത്തെ നിബന്ധന തന്നെയാണ് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കൽ. പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുന്ന വ്യക്തികളാകുന്നു എന്ന് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈ മകള് തൻ്റെ ജീവിതത്തിൽ താൻ എന്തായിരുന്നു, വിവാഹത്തിന് ശേഷം തനിക്ക് കൂദാശ ജീവിതമില്ല, എന്നാൽ എല്ലാ പള്ളികളിലും പോകും, രൂപങ്ങൾ തൊട്ടു വണങ്ങും, തിരി കത്തിക്കും, നൊവേന എവിടെയുണ്ടോ അവിടെയൊക്കെ പോകും. ഇതൊക്കെ ചെയ്ത് നടന്നു. വിശുദ്ധ കുർബാന, കുമ്പസാരം ഇതിനോടൊന്നും താല്പര്യമില്ല. ഉടമ്പടി ജീവിതം ഇന്ന് സോണിയെ എങ്ങനെയാണ് വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്? സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തിൽ സ്നാപക യോഹന്നാനോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സ്നാപക യോഹന്നാൻ ഓരോരുത്തരോടും പറയുന്നുണ്ട്, ഭടന്മാരോടും അതുപോലെ ജനക്കൂട്ടത്തോടുമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കേണ്ടതിലധികം നിങ്ങൾ ആരിൽ നിന്നും ഈടാക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാൻ പറയുന്ന ആ സ്നാപക യോഹന്നാൻ്റെ വചനത്തോടൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതാണ് ഇന്ന് ഈ മകളെ ഇവിടെ നിർത്തിയത് സാക്ഷ്യം പറയുവാൻ. ഒത്തിരിയേറെ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ഈ മകൾ പറഞ്ഞു. താൻ എങ്ങനെ തൻ്റെ കൂദാശ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നും ഉടമ്പടി തന്നെ എങ്ങനെ പുതിയ ഒരു ഹൃദയം നൽകി, പുതു ചൈതന്യം നൽകി, പുതു വ്യക്തിയാക്കി തന്നെ മാറ്റി. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം. ഇംഗ്ലീഷ് അതിൻ്റെ പരിജ്ഞാനം എത്രമാത്രമാണ് നമുക്ക് മലയാളികൾക്ക്, കുറച്ച് പേർക്കെങ്കിലുമൊക്കെ എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. നമുക്ക് ഡിഗ്രികളുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാകാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ തൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു, തനിക്ക് എക്സാമൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്തു, പക്ഷേ അതിനൊക്കെ സ്കോർ എങ്ങനെ ലഭിച്ചു, വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിലുള്ള, അതായത് സാലറി വർധന, തങ്ങളുടെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെയൊക്കെ തങ്ങൾക്ക് നീങ്ങുവാനായിട്ട് അതിനുള്ള ഉപദേശമൊക്കെ തങ്ങളുടെ ഉള്ളിലിരുന്ന് തന്നെ ആരോ പറയുന്നു. ആ മാർഗത്തിലൂടെയൊക്കെ ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് ചിട്ടി ലഭിച്ചു. ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഫിസിക്കൽ ഫേവേഴ്സ് ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായി സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുന്ന ഒരു ജീവിതം, അതാണ് ഉടമ്പടി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. IELTS പാസ്സായാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്നത്. ഇന്ന്
IELTS പാസ്സാകുന്നതല്ല, കുടുംബത്തിൽ സമാധാനം, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ, തന്നെ മനസ്സിലാക്കുവാനുള്ള ഹൃദയ വിശാലത, അതിൽ നിന്നും കുടുംബം എത്രമാത്രം കൃപകൾ നേടുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ടത്. നമ്മുടെ നിയോഗങ്ങളെയൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. അത് ആ നിയോഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നാം അങ്ങനെ ഇരിക്കുകയുള്ളൂ, അതിന് ഒരു മാറ്റവും വരില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലേക്ക് ആണ് നാം നമ്മുടെ കണ്ണ് തുറക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടുക. തമ്പുരാൻ്റെ ഇടപെടൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഈ കുടുംബത്തെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ, വിശുദ്ധിയിൽ വളരുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1.5 വയസ്സൊക്കെയുള്ള തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പിന്നീട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു തീഷ്ണത, ആ തീഷ്ണത കൊണ്ട് ജ്വലിച്ചാണ് പിന്നീട് ഇവിടെ വന്ന് ഈ മക്കളുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കറിയാം, അവർ 0 മെറിറ്റിൽ നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരെ അവരല്ലാതാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് നിറഞ്ഞു നിൽക്കുക. അതൊരിക്കലും പോകില്ല. അതാണ് ഈ മകളും ഇവിടെ പറഞ്ഞത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.